ഫേക്കാണ് നോറ എന്ന് അൻസിബ അങ്ങനെ തെളിയിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഞാൻ അൻസിബയെ പറ്റി പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലത്തെ ടാസ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മെയിനായിട്ട് കരഞ്ഞുകൊണ്ടൊരു കാര്യം പുള്ളിക്കാരത്തി അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തൊരു ഫേക്ക് പോയിന്റ് ഉണ്ട് അൻസിബയ്ക്ക്. പക്ഷെ അത് കുറച്ച് ജെന്യൂനാണ്, അക്സെപ്റ്റബിൾ ആയ ഫേക്കാണ്. അതായത് ഓരോ പേരൻസ് വരുമ്പോഴും അവർക്ക് വേണ്ടി സർവീസ് ചെയ്തിരുന്നു. അതെനിക്ക് അവരോട് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല, എനിക്ക് ഇൻഡെപ്തിൽ ആരോടും പ്രതികാരമില്ല, ദേഷ്യമില്ല എന്നാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്കൊരു ഫേക്കായിട്ട് തോന്നി. കാരണം അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയേണ്ട കാര്യമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പുള്ളിക്കാരത്തി പറയുമ്പം അതൊരു സ്വയം പൊക്കലായി പോകും എന്നെനിക്ക് തോന്നുന്നു. ചെയ്തില്ല എന്നല്ല, സൂപ്പറായിട്ട് ചെയ്തു. കാരണം അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. അൻസിബ ആര് വന്നാലും നേരെ കിച്ചണിലേക്ക് പോകുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആ ഒരു വാക്ക്, പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. വാസ്തവത്തിൽ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അൻസിബയുടെ അമ്മയെ കൊണ്ട് ജാസ്മിനെ കെട്ടിപ്പിടിപ്പിക്കുന്നത് അവർ പുറത്ത് തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ട് ആവുകയുള്ളൂ എന്നൊരു ടേം ഉണ്ടായിരുന്നു. അതവിടെ വർക്കൗട്ട് ആയി എന്നുള്ളൊരു തെളിവാണ് അൻസിബ പെർഫോം ചെയ്തത്. മോഹൻലാലിൻ്റെ മുൻപിലേക്ക് ഓരോരുത്തർ വന്നു, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പേരൻസ് ഒക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ആകുമെന്ന്. അതായത് അൻസിബ നന്നായി ടാർഗറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ജാസ്മിനെ ആയിരുന്നു. പക്ഷേ ഇപ്പം പ്ലാൻ മാറി, പ്ലാൻ സിയിലേക്ക് വന്നു. പ്ലാൻ ബി എവിടെ നിൽക്കുകയാണ്, പ്ലാൻ സിയിലേക്ക് വന്നു. സി ആരാണ്? നോറ ചേച്ചിയാണ്. അത് അർഹിക്കുന്ന സാധനം തന്നെയാണ്. ചൽപ്പൽ അവൾ IAS കാരി ആവുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷെ അവൾക്കൊരു സർട്ടിഫിക്കറ്റ് നമുക്കങ്ങ് കൊടുക്കുക IAS എന്ന്. എന്തുവാണെന്നറിയത്തില്ലേ, ഇന്ത്യൻ അലപ്പറ സർവീസ് ഇരിക്കട്ട് ബില്ലിന് ചുമ്മാ കിച്ചിപ്പിച്ചു. എന്താ പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നതെന്നറിയാം? അച്ഛൻ വരുമെന്ന് പുള്ളിക്കാരത്തി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാദറിനെ ഒരു ഭയങ്കര സംഭവമാക്കി കാണിക്കുകയും ഫാദർ എന്നെ ഒറ്റപ്പെടുത്തി അകറ്റി നിർത്തി, ഫാദർ വാസ് മിസ്റ്റേക്കൺ എന്ന് കാണിക്കാനുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് പുള്ളിക്കാരത്തി ശ്രമിച്ചത്. പക്ഷേ ഫാദർ ഒരു പടി കൂടെ മുൻപോട്ട് ചിന്തിച്ചിട്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ പുള്ളിക്കാരൻ നേരിട്ട് വന്നു ഷോയിലേക്ക്. തോറ്റുപോയി. അപ്പം പിന്നെ എന്ത് ചെയ്യും? പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വേർഡ്, ആ വേർഡിൽ പിടിച്ച് പുള്ളിക്കാരനെ അങ്ങോട്ട് നാറ്റിക്കുക, നികഴ്ത്തുക, നശിപ്പിക്കുക, ഇതായിരുന്നു പരിപാടി. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പോകാൻ നേരം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വരേണ്ടിയിരുന്നില്ല അല്ലേ മോളെ എന്ന്. കഷ്ടം. സത്യത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ദ പെർഫെക്റ്റ് പേരൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോറയുടെ വാപ്പാണ്. ഉമ്മ പോലുമല്ല, വാപ്പ. അത് കൃത്യമാണ്. നമുക്കൊന്നും അത്രയും സ്ട്രിക്റ്റായ, അത്രയും ആഗ്രഹിക്കുന്ന ഒരു വാപ്പ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മക്കളെ കെട്ടിച്ചു വിടണം എന്നതിനപ്പുറം ഇത്രയും അധികം ആഗ്രഹങ്ങൾ മകളുടെ മേലുള്ള ഒരു വാപ്പ, അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഈ വാപ്പയെ പോലെ ഒരു വാപ്പ ഉണ്ട്, എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പ. അവർക്ക് ഇതുപോലൊരു താല്പര്യമായിരുന്നു പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന്. 6 ആൺമക്കളുടെ അപ്പനാണേ. ആൺമക്കളെല്ലാം വിവാഹം കഴിച്ചുകൊണ്ട് വന്ന എല്ലാ പെൺകുട്ടികളെയും, മരുമക്കളെ പോലും പഠിപ്പിച്ച് ജോലി കൊടുപ്പിക്കണമെന്ന് തോന്നിയതാണ് എൻ്റെ ഉപ്പ. അതിനുശേഷം അത്രയും പ്രാക്ടിക്കലായി തിങ്ക് ചെയ്യുന്ന ഒരു ഫാദറിനെ ഞാൻ ആദ്യം കാണുകയാണ്. ഇവർ പഠിപ്പിക്കണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ നോറ ഒരു കുറ്റം പറയുന്നുണ്ട് അപ്പനെതിരെ, അതായത് പേരൻസിനെതിരെ. എന്നെ പെട്ടെന്ന് കെട്ടിച്ചു, അവൻ്റെ മക്കളെ പെട്ടെന്ന് കെട്ടിക്കണ്ടേ. കയറി ടാങ്കയിലും ടൂങ്കയിലും ഒക്കെ ഓരോ കോലങ്ങൾ കാണിക്കുന്ന കാണുമ്പോൾ മോക്ക് ആവശ്യം തോന്നും. ഇപ്പോൾ നമ്മൾ പൊതുവിൽ എന്താണ് നമ്മൾ കേടിയോട് പറയുന്നത്? ജാസ്മോൾക്ക് അല്പം പ്രശ്നമാണ്, ജാസ്മോളെ എത്രയും പെട്ടെന്ന് കെട്ടിക്കണം. അതായത് ആ തോട്ടാണ് അവൾ കൂടുതലും അങ്ങോട്ട് പറയുന്നത്, നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന അതാണ്. എനിക്ക് കല്യാണം കഴിക്കണം, ഈ ഒരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പഠിക്കണമെന്ന് പറയുന്നവരെ പഠിപ്പിക്കണം. ഈ പെൺകുട്ടിയെ പഠിപ്പിക്കണമെന്നും IAS ആക്കണമെന്നും ആഗ്രഹിക്കുന്ന പിതാവിന് തീർച്ചയായിട്ടും അവിടെ ഈക്വാലിസത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ഫാദറാണ്. സ്പെഷ്യലി മകന് IAS ആക്കാനല്ലോ പറഞ്ഞാൽ മകളെ ആക്കാനല്ലേ. അപ്പോൾ നോറ ഈ പേരൻസിനെതിരെ പറയുന്നത് ഭയങ്കര നുണയാണെന്നുള്ളത് വസ്തുത. ഇത് പറയാൻ ആർക്ക് ധൈര്യം വന്നു? ചുമ്മാ നീ അതാണ്, നീ ഇതാണ്, നീ ചിലക്കണമെന്ന് ജാസ്മിൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആപ്റ്റായി നല്ല ഉന്നത്തിൽ കൊടുത്തു അൻസിബ. സൂപ്പർ ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ഭയങ്കരമായിട്ടിരുന്നു. ഇത് ഇന്നലെയും മെനിങ്ങാന്നും ഒക്കെ ഈ വാപ്പ വന്നിട്ട് പോയതിന് ശേഷമുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, എൻ്റെ വാപ്പ അലവില്ല ഈ സാധനത്തിൽ കൃത്യമായി അൻസിബ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അൻസിബ കൃത്യമായി പറയുന്നുണ്ട്, നിന്റെ പേരൻറ്റ് നിന്നോടുള്ള കരുതലാണ്. സോഷ്യൽ മീഡിയയും സിനിമാ ഫീൽഡും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തീരും. അതേസമയം കിട്ടുന്ന എഡ്യൂക്കേഷൻ അതൊരു വേർത്താണ്. അതും നിന്റെ വാപ്പ നിന്നെ ആക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് ഭയങ്കര ഗംഭീര സാധനമാണ്. താനൊരു സംഭവമാണ്, തനിക്ക് അത്രയും എബിലിറ്റി ഉണ്ടെന്നൊരു തോന്നൽ നോറയ്ക്ക് വന്നുപോയി. ആക്ച്വലി നോറ IAS പരീക്ഷ എഴുതുന്നു എന്ന് പറയുന്നത് IAS എന്ന ഒരു കോഴ്സിന് തന്നെ നാണക്കേടാണ്.
അതിനുള്ള എബിലിറ്റി ഒന്നും ആ പേട്ട് തലച്ചിക്കില്ല. അതാണ് വാസ്തവം. അവളെ കൊണ്ട് പറ്റൂല. പിന്നെ ആ പേരൻറ്റിൻ്റെ ഇഷ്ടം കൊണ്ട് അതങ്ങനെ തീരുമാനിക്കുന്നു. ഇപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെ, പക്ഷെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ. ഈ പെൺകൊച്ചിന് യാതൊരു രീതിയിലൊരു കൺസേൺ ഇല്ല. സെൽഫായിട്ട് പോലും ഒരു കൺസേൺ ഇല്ല. ഡ്രസ് കോഡ് നോക്കുക, ചെലമ്പോ ചെലമ്പ്. ഇനി അവളുടെ ഹെയർ സ്റ്റൈൽ നോക്കുക, അത് അറ മേക്കപ്പ്, നോ വേ. ആകെ ഉള്ളത് ആ സൗണ്ടാണ്, ചീവീട് പോലത്തെ ഒരു സൗണ്ട്. ബോഡി ഷേമിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഒരു പരിധി വരെ ജാസ്മിനെ കണ്ടുപിടിക്കും. അവള് പുറത്ത് എന്ത് സാധനം പറഞ്ഞാലും ക്ലീൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ കാല് പുലിയാണോ, സൂപ്പറായിട്ട് ഒരുങ്ങുന്നുണ്ടോ, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്രസ് കോഡൊക്കെ അവിടെയുണ്ട്. കാര്യം അവള് കുളിക്കത്തില്ല, ബാക്കിയൊന്നും കഴുകത്തില്ല, ഇതൊക്കെ സമ്മതിക്കുക, നമ്മൾ സമ്മതിച്ചു. പക്ഷെ പുറത്താർക്കെങ്കിലും അറിയാൻ പറ്റൂ, അതായിരിക്കണം ഒരു പെൺകുട്ടി. മീൻസ് ഇൻ എ സെൻസ് അതങ്ങനെ ആയിരിക്കണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാറച്ചി എന്തുവാണ്, ആകെ പോക്ക് മുതലാണ്. എന്നാലും നമ്മളാണ് സംഭവം, നമ്മൾ സംഭവമാമി യുഗ. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഐ മീൻ എവിക്ഷൻ, ഫംഗ്ഷൻ അല്ല ഒരു എവിക്ഷൻ പ്രോസസ്സിൽ ഒരാൾ ഔട്ട് ആവുകയാണ്. പുള്ളിക്കത്തെ തുള്ളിക്കളിച്ച് ചിരിച്ച് കുതിച്ച് സെൽഫിഷാണ്, ഹൈലി സെൽഫിഷാണ്. ആ പെൺകുട്ടി ലൈഫിൽ എവിടെയും എത്താൻ പോകുന്നില്ല. അതൊരു ബ്ലെസ്സിങ് ആയിട്ടോ കേഴ്സായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ട, കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ പെൺകുട്ടി എവിടെയും എത്താൻ പോകുന്നില്ല. സീരിയസ്ലി ആ പേരൻസ് അതിനകത്തേക്ക് വന്ന് അവളെ ബ്ലെസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മളുടെ പേരൻസ് എത്ര ക്രൂവലായിരുന്നാലും, എത്ര മോശപ്പെട്ടവരായിരുന്നാലും, ഏത് രീതിയിലുള്ള ഇതായിരുന്നാലും ശരി തന്നെ, അവർ നമ്മുടെ പേരൻസ് ആണ്. അവർ മനസ്സ് മാറി അവർക്കൊരു മനസാന്തരം ഉണ്ടായി നമുക്ക് വേണ്ടിയിട്ട് അവർ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളത്, അങ്ങനെ ക്ഷമ എന്ന് പോലും പറയരുത്, വിട്ടുകൊടുത്തേക്കുക, ലെറ്റ് ഇറ്റ് ബി. അത് അവരുടെ റൈറ്റ്സ് ആയിരുന്നു, പോട്ടെ. ഒരുപാട് പേർക്ക് ഈ അനുഭവമുണ്ട്, പലരും ക്ഷമിക്കാൻ തയ്യാറാകാറില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ നാശത്തിന് കാരണം എന്ന് പറയും. എന്താണ് അമ്മയുടെ നാശം? അമ്മ ചെറിയ വയസ്സിൽ പിടിച്ച് കെട്ടി, ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്തിട്ടായിരിക്കാം. അമ്മ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, അവ ഇടിയനാണ് തൊഴിയനാണ്, നിനക്ക് ബുദ്ധി വന്നപ്പോൾ നിനക്ക് അവനെ കളഞ്ഞുകൂടി, അല്ലെങ്കിൽ മറ്റൊന്ന് ചിന്തിച്ചുകൂടെ, നിന്നെ ഒരു ഇടത്തേക്ക് വിട്ടു, അത് ശരിയായിട്ടില്ലെങ്കിൽ അത് വിട്ടിട്ട് അടുത്തത് ചിന്തിക്കുക. വെൻ യു ആർ ഏബിൾ യു ക്യാൻ തിങ്ക്. ഇതായിരുന്നു എൻ്റെ ലൈഫ്, ഇത് മാത്രമേ എൻ്റെ ലൈഫുള്ളൂ എന്ന് സ്റ്റിക്ക് ചെയ്യുന്നവർക്കാണ് ഈ പ്രശ്നം. നോറയുടെ ഫസ്റ്റ് വിവാഹം വീട്ടുകാർ നടത്തി കൊടുത്തതെന്ന് വരുത്തി തീർക്കണം. വീട്ടുകാരല്ല, പ്രണയ വിവാഹമായിരുന്നു എന്ന് ആ ചെറുക്കൻ പറയുന്നു. അതായത് എക്സ് ഹസ്ബൻഡ് പറയുന്നുണ്ട്. ആ വീട്ടുകാരെ അവൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ആ വീട്ടുകാരെ അവക്ക് വേണ്ടിയിട്ട് അവനെതിരെ വീഡിയോ ചെയ്തു. ഈ ഉമ്മ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഇവളുടെ സർവത്ര കള്ളത്തരവും പുറത്തു കൊണ്ടുവന്ന് ആ ചെറുക്കൻ പറയുന്നുമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ നോറ ഇതിനകത്ത് കയറിയിട്ട് നോറയുടെ വിചാരം ആ ബാത്റൂമിനകത്തുള്ള ക്യാമറ മാത്രമാണ് അവളുടെ ലോകവും. പുറത്തുള്ളവർ ഇത് കാണുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇന്ന മീൻസ് കുറേയൊക്കെ വർത്താനം പറയുന്നുണ്ട്. ചിലപ്പിൽ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് പലരും അത് ഇഗ്നോർ ചെയ്ത് അവോയ്ഡ് ചെയ്ത് നിർത്തും എന്നതിനപ്പുറം നോറ ഈസ് എ പബ്ലിക് വേസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അൻസിബ പോയിന്റ് ചെയ്ത് അത് കൊടുത്തിട്ടുമുണ്ട്. അൻസിബ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ഈ ഒരു എവിക്ഷൻ റൗണ്ട് വരുന്ന സമയത്തും നോമിനേഷൻ റൗണ്ട് വരുന്ന സമയത്തും അൻസിബ പൊരുതാൻ പോയില്ല. അപ്പം അൻസിബയുടെ ഒരിത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവൾ ഈ പവർ റൂമിൽ ഇവൾ കയറി പറ്റിയത് കൊണ്ടാണ് ഇവള് എവിക്ഷനിൽ വരാതിരുന്നത്. എവിക്ഷൻ ഇവൾ വന്നിട്ട് നോറ പുറത്താണ്, 100% പുറത്താണ്. PR ടീം കുത്തിയിട്ടും കരഞ്ഞിട്ടും ഒന്നും കരഞ്ഞ അവൾ പുറത്ത് തന്നെയാണ്. ആ ഒരു മീനിങ്ങിലും അൻസിബ പറഞ്ഞാൽ വളരെ കൃത്യമാണ്. പുറത്താണ് അവൾ ദയാദാശിനെ, അവൾ കൊടുത്ത ദയാണ്. അന്ന് അവൾ ഫൈറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പൊരുതുന്നുണ്ട്, എനിക്ക് മാറാൻ ഒക്കത്തില്ല, ബാക്കി എല്ലാവരും അങ്ങനെ ആയിരുന്നല്ലോ, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിക്റ്റ് ചെയ്യണം, അല്ല നോമിനേറ്റ് ചെയ്യണം, എല്ലാവരും ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവളെന്താ പറഞ്ഞ ആൻസർ, നിൻ്റെ കൂടെ വർത്തമാനം പറയാൻ എനിക്ക് താല്പര്യമില്ല, നീ അങ്ങ് അയക്കോ, ഞാൻ നിന്നോളാം എന്ന് പറയുന്നിടത്ത് അൻസിബ വിന്നറാണ്. ബിക്കോസ് അൻസിബ വിൻ ചെയ്തു, അൻസിബയെ ഇന്നാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന ഒരു എവിക്ഷൻ റൗണ്ടിൽ അവൾ പുറത്താവുകയാണെങ്കിൽ ഒന്നും പറയാല്ല. പക്ഷെ ജനങ്ങൾ അവളെ അംഗീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. PR ടീം, ജാസ്മിൻ്റെ PR ടീമാണ് അവളെ ശക്തമായി അറ്റാക്ക് ചെയ്യുന്നത്. അതൊഴിച്ചാൽ അവളെ അംഗീകരിച്ചിട്ടുണ്ട്. അവളോട് കൊരുക്കാൻ ജാസ്മിന് പോലും ചെറിയൊരു മയമുണ്ട്, ഒരു പേടിയുണ്ട് തന്നെയാണ്, എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പുമായിട്ട് പോകുന്ന അപ്സരയാണ്. യഥാർത്ഥത്തിൽ അപ്സരയുടെ കുത്തിത്തിരിപ്പ് സ്വഭാവം എന്തെന്ന് പൊതുജനത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉപകാരമായി എന്നേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അൻസിബ നോറയെ പറ്റി കറക്റ്റായ കുറേ കാര്യങ്ങൾ പറയുന്നു, അതെല്ലാവർക്കും മനസ്സിലായി. എവരി വൺ ടുഗദർ ആകുന്നു, എല്ലാവരോടും സംസാരിക്കുമ്പോൾ എവരി വൺ ഹാവ് സെയിം ഒപ്പീനിയൻ. അപ്സരയ്ക്ക് ഒഴിച്ച്, അപ്സരയ്ക്ക് എങ്ങനെയെങ്കിലും നോറയെ അവളുമായിട്ട് തെറ്റിക്കണം. ആക്ച്വലി നോറ അൻസിബയെ തേച്ച് പിടിച്ച് കൂടെ നിന്നത് പവർ റൂമിൽ കയറാനും ആളാകാനുമാണ്. പവർ റൂമിൽ വെച്ച് അൻസിബയ്ക്ക് ഇട്ട് നല്ല പണി തന്നെയാണ് അവൾ കൊടുത്തത്.
പവർ റൂമിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ അക്സെപ്റ്റൻസും ഒക്കെ നശിപ്പിച്ചത് യൂണിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. ഈ യൂണിറ്റി ഇല്ലായ്മ ജാസ്മിൻ ഏത് ടീമിൽ നിന്നാലും ഉണ്ട്. ഗബ്രിക്കൊപ്പം നിൽക്കുമ്പം ജാസ്മിൻ ഓക്കെയാണ്, അല്ലാതെ ഏത് ടീമിൽ അവൾ നിന്നാലും യൂണിറ്റി അവിടെ നഷ്ടപ്പെടുത്താറുണ്ട്. സെയിം സാധനം തന്നെയാണ് നോറയും ചെയ്തിട്ടുള്ളത്. നോറയുടെ ഒറ്റ കെടുകാര്യസ്ഥത കൊണ്ടാണ് ആ പവർ ടീം അങ്ങനെ സ്പോയിലായി പോയത്. മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ താൻ വ്യത്യസ്തയാണ്, ഇവരൊക്കെ പറയുന്നത് ഞാൻ അങ്ങോട്ട് കേൾക്കുന്നു, അനുസരിക്കുന്നു, ഓക്കെ ആകുന്നു എന്നതിനപ്പുറം വലിയ കാര്യങ്ങളും വലിയ മൂല്യങ്ങളും ഒന്നും ഞാൻ കീപ്പ് ചെയ്യുന്നില്ല. എന്നിട്ട് ഏത് മീനിങ്ങിലാണ് അൻസിബ പോയി മാപ്പ് പറഞ്ഞില്ലല്ലോ. സി, അവൾ പറഞ്ഞ കാര്യത്തിൽ അവൾക്ക് വ്യക്തതയുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ദ ക്ലാരിറ്റി ഈസ് ദെയർ. അത് ഇല്ലാത്തത് കൊണ്ടാണ് ക്ലാരിറ്റിക്ക് വേണ്ടി സാർ അങ്ങോട്ട് പോയി മാപ്പ് പറഞ്ഞത്. അപ്പൊ അവിടെ തോറ്റതാരാ, നശിച്ചതാരാ, നാണം കെട്ടതാരാ? അൻസിബ ആൻറ്റി. ഇപ്പോഴും ഈ ഒരു ഗെയിം എന്നല്ല, ഒരുപാട് ഗെയിമുകളിൽ തോൽവി മാത്രമാണ് നോറയുടെ ഒരു ഇത്. എന്നിട്ട് നോറ പറയണത് എന്താണ്? ഞാൻ എല്ലാം കളിക്കുന്നുണ്ട്, ഞാൻ സിൻസിയറാണ്, ഞാൻ സിൻസിയറാണ്. എവിടെയാണെന്ന് അറിയാമോ? ഗെയിം കഴിഞ്ഞിട്ടുള്ള അടിയുണ്ടല്ലോ, അതിനകത്ത് സിൻസിയറിറ്റി കാണിക്കാറുണ്ട്. ഗെയിമിൽ വലിയ സിൻസിയറിറ്റി കാണിക്കാറില്ല. മിക്കവാറും ഗെയിമുകളിൽ അവൾ ഫെയിലൂറാണ്. അതാണ് IAS-ന്റെ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പെർഫെക്ഷൻ. അത് 100% വേണ്ട ഒരു ടേമാണത്. അത് ബുദ്ധിപരമായിട്ടല്ല, എല്ലാ ലെവലിലും ആ IAS എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. മൈൻഡ് സെറ്റ്, എവറിത്തിങ് അവർ നോക്കും. ഇതിനകത്ത് ഇവള് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ്. അവള് 10 കൊല്ലം പഠിച്ചാലും അവൾ എടുക്കാൻ പോകുന്നില്ല. നീ എടുത്ത അത് വലിയ സംഭവം തന്നെ. യുറേക്ക മീൻസ് ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അൻസിബ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അൻസിബയ്ക്ക് കളി പതിയെ പതിയെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അൻസിബ ഒരു ടെൻഷനിലായിരുന്നു. കാരണം കയറിയ ഉടനെ തന്നെ ബഹളം, ടോക്സിക് ആൻഡ് ഫൈറ്റ്, അവൻ്റെ മുഖം ഇടിച്ചു പൊട്ടിക്കുന്നു. ആൻഡ് ജാസ്മിൻ ലൈക്ക് ഒരു പെണ്ണ് എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ ഒരു ഫോമിൽ അവൾ നിൽക്കുന്നു. അവൾ കണ്ട പെൺകുട്ടികളൊക്കെ കുറച്ച് മാറിയാണ്. ഇത് വേറൊരു ലെവല്. ഓൾ ടോട്ടൽ അവൾ അപ്സെറ്റായി എന്നുള്ളത് വസ്തുത. ഇപ്പൊ പതുക്കെ റിക്കവറായി വരുന്നുണ്ട്. കപ്പ് അൻസിബയ്ക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ അത്രയൊന്നും പറയത്തില്ല. ബട്ട് സ്റ്റിൽ അവരൊരു ബിഗ് ബോസ് മെറ്റീരിയലായി വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള അതേ ഫേക്ക്നെസ് ഒന്നും പുള്ളിക്കാരത്തേക്കില്ല. ഫേക്ക് അല്ല. നോറയ്ക്ക് നെറ്റിയടി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കിടുക്കച്ചി കറക്റ്റിന് കൊടുത്തു. നീ വീണ്ടും 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 അവരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റ്സ് വർക്ക് ഔട്ടാക്കിയാണ്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ തനിച്ചാണ്, ആരുടെ അടുത്തെങ്കിലും ചേർന്നാലേ പറ്റൂ. എല്ലാവരുടെ അടുത്തും പറഞ്ഞ് പാട്ടുപാടി. എന്നെ കേൾക്കാൻ ആരുമില്ല. സർവത്ര പേരും അവളെ കേൾക്കാനുള്ളൂ. അത് അൻസിബ പറഞ്ഞത് കറക്റ്റാണ്. അവിടെയുള്ള സർവമാന ആൾക്കാർ അവളത് കേൾക്കും. അവൾ ആരുടേതെങ്കിലും ഇരുന്നോട്ട് കേൾക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേൾക്കൂല. കിൽപ്പിൽ ഇൻ മീൻസ് ഇൻ വാട്ട് ഇൻ സോ മെനി മാനർ ആൻഡ് അടിച്ചു കൊടുക്കാൻ തോന്നുന്നു. സത്യത്തിൽ നോറയും കൂടെ ഒന്ന് പുറത്താക്കി തരാൻ വലിയ ഉപകാരമായിരിക്കും. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വല്ലാത്ത ക്യാരക്ടറാണ് നോറ. എനിക്കത് മനസ്സിലായ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ എഴുതിയിടുക. കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.